ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീഫ് കുറുമയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കുറുമ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ബീഫാണ് എടുത്തത്. 1/2 കിലോ ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ പോക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാനിതാ ഈ ഒരു വലുപ്പത്തിലാണ് ഇവിടെ ബീഫ് കട്ട് ചെയ്തെടുത്തത്. ഒരു മീഡിയം സൈസിലുള്ള വലുപ്പത്തിൽ നമ്മൾ ബീഫ് കട്ട് ചെയ്തെടുക്കുക. നമ്മളിത് ബീഫ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ആദ്യം കുക്കറിലിട്ടിട്ടാണ് നമ്മൾ ബീഫ് വേവിക്കുന്നത്. ഇനി ഇതിലേക്ക് 3-4 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇനി ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് 2-ാം പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു അത്യാവശ്യം വലിയ തേങ്ങയുടെ പകുതിയാണ് ഞാനിപ്പോൾ ഇവിടെ പാലാക്കി എടുത്തത്. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ഒരു തുണിയിലൂടെ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. കാരണം നമ്മൾ തേങ്ങാപ്പാൽ അരിപ്പയിലൂടെയൊക്കെ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറുമയുടെ മേലെ തേങ്ങാപ്പീര ചെറുതായിട്ട് ഇങ്ങനെ കാണും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു തുണിയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് 2-ാം പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. 1 ഗ്ലാസ് 1-ാം പാലും 1 ഗ്ലാസ് 2-ാം പാലുമാണ് എടുത്തത്. 1-ാം പാലും ഞാനിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കുക്കറിൻ്റെ അടുപ്പ് വെച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു വിസിൽ വരുന്നവരെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വെക്കുക. പിന്നെ ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് അതുപോലെ 3-4 വിസിൽ വരുന്നവരെയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഓരോ ബീഫിൻ്റെയും വേവ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 10-12 ചെറിയുള്ളി, 4 പച്ചമുളക്, 4 അത്യാവശ്യം വലിയ വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് അരച്ചെടുക്കുക. ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇഞ്ചി ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടും. ഞാനിപ്പോൾ ഇതാ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്നങ്ങ് ചതച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ഒരു 10 കാഷ്യൂസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ഇതൊന്ന് ജസ്റ്റ് കുതിർന്നതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് വെക്കാം. ഈ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർക്കുന്നത് ഓപ്ഷണലാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതും നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറുമയുടെ ഗ്രേവി ഉണ്ടാക്കി തുടങ്ങാം. അതിനുവേണ്ടി ഇതുപോലെ അടികട്ടിയുള്ള ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ എന്തായാലും വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാം. ഇനി ഇതിലേക്ക് 3 ഗ്രാമ്പു, 3 ഏലക്ക, ഒരു കഷ്ണം പട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 3 സവാളയാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തത്. 3 സവാള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് വഴറ്റുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ സവാള അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. ഒരു തക്കാളിയുടെ പകുതി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ടോ നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 3-4 വിസിൽ വന്നതിന് ശേഷം ബീഫ് വെന്തിട്ടുണ്ടോ നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ ഒരു വിസിലും കൂടെ കൊടുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കുക. പച്ചവെള്ളം ഒഴിക്കരുത്. തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ സ്മാഷ് ചെയ്ത് വെച്ച പൊട്ടാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പൊട്ടാറ്റോ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച കാഷ്യൂസ് ഒന്ന് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതിയാകും. മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം 2 മിനിറ്റ് ഇതൊന്ന് തിളപ്പിക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുക. 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കുക. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 1-ാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് 1-ാം പാലുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ 1-ാം പാൽ ചേർത്തതിന് ശേഷം ഒരുപാട് സമയം തിളപ്പിക്കരുത്. ജസ്റ്റ് ഒന്നങ്ങ് ചൂടായി വന്നാൽ മതി. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് ഇതുപോലെ നടു കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്